നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏഷ്യയിലെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി പുതുവർഷത്തിൽ ശക്തമായ വളർച്ച കൈവരിച്ചതായി റിപ്പോർട്ട്. മുൻനിരക്കാരായ ഇന്ത്യയും ചൈനയും വാങ്ങലുകൾ വർദ്ധിച്ചപ്പോൾ ജനുവരിയിൽ 8 മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലേക്കാണ് ഇറക്കുമതി എത്തിയിരിക്കുന്നത്. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന മേഖലയിൽ ജനുവരിയിൽ പ്രതിദിനം 28.57 ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ് ഇറക്കുമതി ചെയ്തത്. ഡിസംബറിൽ ഇത് 27 ദശലക്ഷം BPD ആയിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്കാരായ ചൈന ജനുവരിയിൽ 11.31 ദശലക്ഷം BPD എണ്ണയാണ് ഇറക്കുമതി ചെയ്തത്. ഡിസംബറിലെ 11.48 ദശലക്ഷം BPDയിൽ നിന്ന് അല്പം കുറവാണ് ജനുവരിയിലെ ചൈനയുടെ ഇറക്കുമതി. എന്നാൽ 2023 ജനുവരിയിലെ 10.24 ദശലക്ഷം BPDക്ക് മുകളിലാണ് ഈ മാസത്തെ ഇറക്കുമതി. 2023 നിരക്ക് കുറഞ്ഞ സമയത്ത് വാങ്ങിയ ക്രൂഡ് ഓയിലിൽ വലിയൊരു വിഹിതം ഇതുവരെ ചൈനയിലേക്ക് എത്തിയിട്ടില്ല. ഫെബ്രുവരി മാസത്തോടെ ആയിരിക്കും ഇവ എത്തുക. വാർഷിക ഇറക്കുമതി കോട്ടകളിൽ ഭൂരിഭാഗവും ഓരോ ഗഡുക്കളായിട്ടാണ് വരിക എന്നതിനാലും വരും മാസങ്ങളിൽ ഇറക്കുമതി കൂടുതൽ ശക്തമായേക്കും. ജനുവരിയിൽ റഷ്യയിൽ നിന്നുള്ള പൈപ്പ് ലൈൻ, ടാങ്കറുകൾ എന്നിവ വഴിയുള്ള ചൈനയുടെ ഇറക്കുമതി 1.94 ദശലക്ഷം BPD ആയിരുന്നു. അതേസമയം തന്നെ സൗദി അറേബ്യയിൽ നിന്നുള്ള ക്രൂഡ് വരവ് ഡിസംബറിലെ 1.38 ദശലക്ഷം BPDയിൽ നിന്ന് ഉയർന്നു വന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കയറ്റുമതിക്കാരായ സൗദിക്ക് സമീപകാലത്ത് ചൈനയിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ഇറക്കുമതി വിഹിതമാണ് ഇത്. ചരക്ക് കയറ്റുമതി ചെയ്യുന്നതിനുള്ള മുൻനിര അറബ് ലൈറ്റ് ക്രൂഡിന്റെ ഔദ്യോഗിക വിൽപ്പന വില വെട്ടിക്കുറച്ച സാഹചര്യത്തിൽ ഫെബ്രുവരിയിൽ സൗദി അറേബ്യയിൽ നിന്നുള്ള ചൈനയുടെ ഇറക്കുമതി 27 മാസത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് ഉയരാനും സാധ്യതയുണ്ട്. ഈ നീക്കം റഷ്യക്കായിരിക്കും തിരിച്ചടിയാകുക. ചൈന മാത്രമല്ല, ഇന്ത്യയും സൗദിയിൽ നിന്ന് കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തേക്കും. റഷ്യയിൽ നിന്നും വലിയ തോതിൽ വിലക്കിഴിവ് ലഭിച്ചതോടെ സൗദി ക്രൂഡ് ഓയിലിന്റെ ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതി കുറഞ്ഞിരുന്നു. എന്നാൽ പുതിയ സാഹചര്യത്തിൽ ഇന്ത്യ ഫെബ്രുവരിയിൽ സൗദി അറേബ്യയിൽ നിന്ന് കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഇറക്കുമതിക്കാരായ ഇന്ത്യ ജനുവരിയിൽ റെക്കോർഡ് ഇറക്കുമതിയുടെ പാതയിലാണ്. ഡിസംബറിലെ 4.65 ദശലക്ഷം BPDയിൽ നിന്ന് 5.33 ദശലക്ഷം BPDയുടെ വർധനവാണ് ഇന്ത്യയുടെ കണക്കുകളിലുള്ളത്. ഡിസംബറിലെ 1.34 ദശലക്ഷം BPDയിൽ നിന്ന് ജനുവരിയിൽ 1.43 ദശലക്ഷം BPDയുമായി റഷ്യ ഇന്ത്യയുടെ ഏറ്റവും മികച്ച വിതരണക്കാരായി തുടരുന്നു. 1.34 ദശലക്ഷം BPDയുമായി ഇറാഖാണ് രണ്ടാം സ്ഥാനത്ത്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ശക്തമായി പ്രവർത്തിക്കുകയും ഏഷ്യൻ വിപണികളിൽ ശുദ്ധീകരിച്ച ഇന്ധനങ്ങളുടെ ലാഭവിഹിത ഉയരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ രാജ്യത്തെ റിഫൈനർമാർ ക്രൂഡ് ഓയിൽ ഇറക്കുമതി വർദ്ധിപ്പിച്ചേക്കും.